ഹായ്, വെൽക്കം ടു സൈലം പി എസ് സി. സൈലം പി എസ് സിയുടെ നമ്മുടെ യൂട്യൂബ് കറണ്ട് പേര് സെക്ഷനിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ വേറെ 1-2 ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യാം, നമുക്കൊന്ന് വർക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അല്ലേ. സോ ചോദ്യം ഇതായിരുന്നു, 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു ചോദ്യം അല്ലേ. നിയമസഭാ മണ്ഡലങ്ങളായിരുന്നു PSC ചോദിച്ചിരുന്നത്. 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയായിരുന്നു അല്ലെ. 2024 കേരളത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപരി തെരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളതായിരുന്നു സത്യം അല്ലെ. 2 കേരള നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപരി തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ നമുക്കറിയാം, അതിലൊന്ന് പാലക്കാടുമുണ്ട്, മറ്റൊന്ന് ചേലക്കരയുണ്ട് അല്ലെ. വയനാടിൽ ലോക്സഭാ മണ്ഡലമാണ്, അത് ലോക്സഭാ ഇലക്ഷൻ ആണ് നടന്നു എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതിയായിരുന്നു അല്ലെ. നമുക്ക് ആ ഓപ്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് സിമ്പിൾ ആയിട്ട് കിട്ടേണ്ടതാണ് അല്ലെ. സോ വയനാട് ലോക്സഭാ ഇലക്ഷൻ ആണ് നടന്നുവെങ്കിൽ നമുക്ക് ബി സ്കിപ്പ് ചെയ്യാം, ഓപ്ഷൻ എ സ്കിപ്പ് ചെയ്യാം, ഓപ്ഷൻ സിയും എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ ചെയ്ത് തന്നെയാണ് പാലക്കാടും ചേലക്കരയാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ അല്ലെ. 2024 നവംബർ മാസത്തിലായിരുന്നു അല്ലെ. 2024 നവംബർ മാസം 20-ാം തീയതിയായിരുന്നു എന്ത് ചെയ്യുന്നത്, 2024 നവംബർ മാസം 20-ാം തീയതിയാണ് പാലക്കാട് എന്ത് ചെയ്യുന്നത്, വോട്ടിംഗ് നടന്നു എന്നുള്ളത് അല്ലെ. നവംബർ മാസം 20-ാം തീയതിയാണ് ഇലക്ഷൻ നടന്നത്, 2024 നവംബർ 20. എന്നാൽ ചേലക്കരയിൽ അത് 2024 നവംബർ മാസം 13-ാം തീയതിയായിരുന്നു. ചേലക്കരയിലും ഒപ്പം എവിടെ നടന്നു, വയനാട് അത് ലോക്സഭാ മണ്ഡലമാണ്. ലോക്സഭാ ഇലക്ഷനും അത് 2024 നവംബർ മാസം 13-ാം തീയതി അല്ലെ. നവംബറിൽ പാലക്കാടിനെ സംബന്ധിച്ച് അവിടെ കൽപ്പാത്തി രഥോത്സവവുമായി റിലേറ്റ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യാണ്, ആ ഡേറ്റ് ഒന്ന് മാറ്റുകയാണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ നവംബർ മാസം 20-ാം തീയതിയാണ് പാലക്കാട് നടന്നു, നവംബർ മാസം 13-ാം തീയതി ചേലക്കരയിലും വയനാടും അല്ലെ. ഇനി ഒരു പക്ഷേ BS നമ്മളോട് ചോദിക്കും, ചേലക്കര ഏത് ജില്ല അല്ലെ. ചേലക്കര ഒന്ന് അറിഞ്ഞിരിക്കുക, ചേലക്കര തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കര കേട്ടോ. ചേലക്കര ഏത് ജില്ലയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ചേലക്കര. സോ ഏത് ജില്ലയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ജില്ലയിലാണ്, തൃശ്ശൂർ ജില്ലയാണ്. പിന്നെ വേറെ 2 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാര്യം പാലക്കാട് വയനാട് നമുക്ക് അറിയാവുന്നതാണ്. പാലക്കാട് നമുക്കറിയാം, അത് ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു നടന്നത്. വയനാട് നമുക്കറിയാം, പാലക്കാട് നമുക്കറിയാം, അത് നിയമസഭാ ഇലക്ഷൻ ആയിരുന്നു. പിന്നെ വയനാട് നമുക്കറിയാം, അത് ലോക്സഭാ ഇലക്ഷൻ ആണ്. പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്ന് മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ഓക്കെ ശരി, അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം ഇന്ന് പ്രതീക്ഷിക്കാം. 2024 നവംബറിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു, കേരളം ഉൾപ്പെടെ എത്ര സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 14 സംസ്ഥാനങ്ങളിൽ നടന്നു കേട്ടോ. കേരളത്തോടൊപ്പം 14 സംസ്ഥാനങ്ങളിൽ റീ ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഓക്കെ, അസംബ്ലി ഇലക്ഷൻ നടന്നത് 14 സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളിൽ നടന്നു എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിൽ 2024 നവംബറിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് 2 എന്നുള്ളത് ഓർത്ത് വെച്ചു കൊടുക്കുക. 2 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ നടന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിലൊന്ന് വയനാട്, മറ്റൊന്ന് നന്ദേഡ് എന്ന് പറയുന്നതാണ്. നന്ദേഡ് എന്ന് പറയുന്ന ലോക്സഭ ഇലക്ഷനാണ്. ശരി, ഒന്ന് കമന്റ് ചെയ്യുക, ഈ നന്ദേഡ് ഏത് സംസ്ഥാനമുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. അറിയെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്തേക്കുക. നന്ദേഡ് എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിലെ ലോക്സഭാ മണ്ഡലമാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ 2 സ്റ്റേറ്റിലാണ്. കേരളത്തിൽ നടന്നു, ഈ നന്ദേഡിന്റെ ഏത് സ്റ്റേറ്റ് അവിടെയും നടന്നു. കേരളത്തിൽ നമുക്ക് വയനാട് ലോക്സഭ ഇലക്ഷൻ നടന്നായിരുന്നു. പിന്നെ നന്ദേഡ് എന്ന് പറയുന്നൊരു സ്ഥലത്തും, അതൊന്ന് ഓർത്ത് വെക്കുക. നന്ദേഡ് ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക കേട്ടോ. നന്ദേഡ് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോ പറഞ്ഞു, 2024 നവംബർ മാസം 13-ാം തീയതിയായിരുന്നു ചേലക്കരയിലും വയനാടിലും ഇലക്ഷൻ നടന്നു എന്ന്. നവംബർ മാസം 20-ാം തീയതിയാണ് പാലക്കാട്. ചേലക്കര ഏത് ജില്ലയാണ്, തൃശ്ശൂർ ജില്ലയാണ്. ഓക്കെ, നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. 18ാമത് ലോക്സഭ നമുക്ക് റിവൈസ് ചെയ്യാം, പെട്ടെന്ന് റിവൈസ് ചെയ്യാം അല്ലെ. 2024 നടന്നത് ഇനിയും ചോദിക്കാം. 18ാമത് ലോക്സഭ ഇലക്ഷനാണ്, ഓർത്ത് വെച്ചോളുക അല്ലെ. പ്രധാനമായിട്ടും നമുക്ക് 7 ഘട്ടങ്ങളിലായിരുന്നു ഇലക്ഷൻ നടന്നു എന്നുള്ളത് നമുക്കറിയാം. PSC ചോദിച്ചൊരു ചോദ്യമായിരുന്നു. കേരളത്തിൽ ഇലക്ഷൻ നടന്നത് 2024 ഏപ്രിൽ മാസം 26-ാം തീയതിയായിരുന്നു. അപ്പോൾ 2-ാം ഘട്ടത്തിലാണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളുക.
പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നത് അത് 1ാം ഘട്ടത്തിലായിരുന്നു. ഇനി ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നത് അത് 5ാം ഘട്ടത്തിലായിരുന്നു. 5ാം ഘട്ടം എന്ന് പറയുമ്പോൾ 2024 മെയ് മാസം 20-ാം തീയതിയായിരുന്നു. കേരളത്തിൽ എത്രാം ഘട്ടത്തിലായിരുന്നു? 2ാം ഘട്ടത്തിലായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ 18ാം ലോക്സഭ 2024 ഏപ്രിൽ മാസം 19 മുതൽ ജൂൺ മാസം 1 വരെയായിരുന്നു അല്ലെ. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് 1ാം ഘട്ടത്തിലും. കേരളത്തിലെ ഏപ്രിൽ മാസം 26 ഡേറ്റ് സഹിതം BSc ചോദിച്ചതാണ്. കേരളത്തിലെ 2ാം ഘട്ടത്തിലും. ഏറ്റവും കുറവ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? 5ാം ഘട്ടത്തിലായിരുന്നു. കുറവ് ചോദിക്കുകയാണെങ്കിൽ 5ാം ഘട്ടത്തിലായിരുന്നു. മെയ് മാസം 20-ാം തീയതിയായിരുന്നു അല്ലെ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ചോദിക്കാം. സംവരണമില്ലാത്ത സീറ്റിൽ നിന്ന് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിതയായിരുന്നാണ്. ഈ 18ാം ലോക്സഭാ ഇലക്ഷനിൽ സംവരണമില്ലാത്ത സീറ്റിൽ നിന്ന് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ചോദിക്കുകയാണെങ്കിൽ അത് പ്രിയങ്ക ജാർക്കിഹോളിയാണ്. കർണാടകയിലെ സിക്കോടി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന പ്രിയങ്ക ജാർക്കിഹോളിയാണ്. ഇനി അതിൽ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ ഏകപക്ഷീയമായിട്ട് വിജയിച്ചത് ആര് എന്നുള്ളതാണ്. 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ ഏകപക്ഷീയമായിട്ട് വിജയിച്ചത് മുകേഷ് ദലാലാണ്. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുകേഷ് ദലാലായിരുന്നു. ഇതൊക്കെ മുന്നേ നമ്മളെല്ലാം ചർച്ച ചെയ്തത് ക്ലാസ്സിൽ പറഞ്ഞതാണ്. PSC ഇനിതാ 18ാം ലോക്സഭ ഇലക്ഷൻ എടുത്തുകൊണ്ടെന്നൊക്കെ ചോദിക്കും. അതിനെ നമ്മൾ കുറച്ച് മറന്നു തുടങ്ങി എന്ന് തോന്നുമ്പോൾ PSC അത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങും. ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി രവീന്ദ്ര ദത്താറാം വൈക്കനാണ്. മുംബൈയിലെ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നാണ്. 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇന്ത്യയിലാണ്. നോക്കൂ, ഏകപക്ഷീയമായിട്ട് വിജയിച്ച വ്യക്തി മുകേഷ് ദലാലാണ് അല്ലേ. സോ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ ആരുമില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു സത്യം. കുറവ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിലാണ്. കുറവ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര് ജയിക്കുകയാണ്? സോ അത് രവീന്ദ്ര ദത്താറാം വൈക്കറാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ശങ്കർലാൽ വാനിയാണ്. ശങ്കർലാൽ വാനിയാണ് ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ശങ്കർലാൽ വാനി. ശങ്കർലാൽ വാനി ഇൻഡോർ മണ്ഡലത്തിൽ നിന്ന് നോക്കി 11.75 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അത്രയും വോട്ട് 11 സംതിങ് ലക്ഷത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം. 11.75. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വ്യക്തി വിജയിച്ചു എന്നുള്ളതാണ്. ആ പേരൊന്ന് ഓർത്ത് വെച്ചോളുക, ശങ്കർലാൽ വാനി എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് 18ാം ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഏത് എന്നുള്ളതാണ്. 18ാം ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയ ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷോംപെൻ ആണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരുന്നു എന്ന് ചിന്തിക്കുക. കാര്യം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഷോംപെൻ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗം എവിടെ വോട്ട് ചെയ്യുകയാണ്? ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയാണ്. അതും 18ാം ലോക്സഭാ ഇലക്ഷനിലാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഷോംപെൻ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗം വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകിൽ നമ്മൾ എന്ത് കൊടുത്തു വിടുന്നു? ഷാംപൂ, അല്ലെങ്കിൽ നമ്മൾ പെൻ കൊടുത്തു വിടുന്നു. വോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പെൻ കൊടുത്തു വിടുന്നു ഷോംപെൻ ഗോത്ര വിഭാഗക്കാർക്ക് അല്ലേ. അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ അങ്ങനെ ഒരു ചോദ്യം കിട്ടുക, നമ്മുടെ കയ്യിലിരിക്കുന്ന പെൻ റിലേറ്റ് ചെയ്ത് നമ്മൾ എഴുതുക ഷോംപെൻ ഗോത്ര വിഭാഗമാണ്. 18ാം ലോക്സഭാ ഇലക്ഷനിൽ ഗ്രേറ്റ് നിക്കോബാറിൽ അല്ലെ വോട്ട് രേഖപ്പെടുത്തി. അറ്റമാൻ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ അല്ലെ. അറ്റമാൻ നിക്കോബാറിന്റെ നിലവിലെ തലസ്ഥാനം നമ്മൾ അറിയാം അല്ലെ, ശ്രീ വിജയപുരമാണ് അല്ലെ. ശ്രീ വിജയപുരം അല്ലെ. പോർട്ട് ബ്ലെയർ ഇനി അടിക്കാൻ നിൽക്കരുത്. ശ്രീ വിജയപുരമായി അറ്റമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം. ഒന്ന് ഓർത്ത് വെച്ചോളേ അതും കൂടെ. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച വ്യക്തി അത് പ്രിയങ്ക ഗാന്ധിയാണ്. ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് പ്രിയങ്ക ഗാന്ധിയാണ് അല്ലെ. ഇന്ത്യയിൽ ശങ്കർലാൽ വാനിയാണ്. 11.75 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശങ്കർലാൽ വാനി വിജയിക്കുകയാണ്. ഇവിടെ റീ ഇലക്ഷൻ നടന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി അല്ലെ. പ്രിയങ്ക ഗാന്ധി ഇതാ നോക്കിക്കോ അല്ലെ. 4 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര് വിജയിക്കുകയാണ്? പ്രിയങ്ക ഗാന്ധി വിജയിക്കുകയാണ്. മണ്ഡലം നമുക്കറിയാം, വയനാട് മണ്ഡലമാണ് അല്ലെ. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മളോട് ചോദിക്കുകയാണ് PSC 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ
കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ആരെന്ന് ചോദിക്കണമെങ്കിൽ അത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയാണ്. 2024 നടന്ന 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും 26 വനിതകൾ മത്സരിച്ചു എന്നുള്ളതും അതിൽ ഒരു വനിതയാണ് എന്തായിട്ട് മാറിയത്, MP ആയിട്ട് പോയി എന്നുള്ളതാണ്. അത് പ്രിയങ്ക ഗാന്ധിയാണ്. ഏത് മണ്ഡലം? വയനാട് മണ്ഡലത്തിൽ നിന്നാണ്. കേരളത്തിലെ 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച കേരളത്തിലെ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? കോട്ടയമാണ്. കോട്ടയമായിരുന്നു. കുറവ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് ആലത്തൂരാണ്. ആലത്തൂർ. അതും ഓർത്തിരിക്കുക. ഇനി 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എവിടെയായിരുന്നു? അത് വടകരയിലായിരുന്നു. അല്ലെ? വടകര. കുറവ് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? അത് പത്തനംതിട്ടയിലായിരുന്നു. കുറവ് പത്തനംതിട്ടയിലായിരുന്നു. അല്ലേ? നമ്മളത് പഠിച്ചു. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ്. അപ്പൊ കൂടുതൽ പേര് എന്ത് ചെയ്യാണ്? വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ നമ്മൾ വട കൊടുത്തു, അല്ലെ? കൂടുതൽ പേർക്ക് അങ്ങനെ വോട്ടിംഗ് രേഖപ്പെടുത്തിയപ്പോൾ നമ്മൾ സന്തോഷത്തിൽ വട കൊടുത്തു എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അല്ലെ? കുറവ് ചോദിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയാണ്. അല്ലെ? 10 ഇനം തിട്ടകൾ. അപ്പൊ പോളിംഗ് സ്റ്റേഷനൊക്കെ അങ്ങനെ തിട്ടയുടെ മുകളിലൊക്കെ പോളിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ് പോയി വോട്ട് ചെയ്യാൻ ആർക്കും വലിയ പോയി വോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ആരും പോയില്ല. അപ്പൊ കുറവ് പത്തനംതിട്ടയിലും കൂടുതൽ എവിടെയാണ്? വടകരയിലുമാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ചോദിക്കേണ്ടത് ആരാണ്? അത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി. എങ്കിൽ കുറവ് PS ചോദിച്ചതാണ്. ആരാണ്? അടൂർ പ്രകാശ് തന്നെയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അടൂർ പ്രകാശാണ്. കുറവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അടൂർ പ്രകാശാണ്. അല്ലെ? ഇനി ഈ 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും പ്രായം കൂടി MP ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ET മുഹമ്മദ് ബഷീറും കുറഞ്ഞ MP ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈബി ഈഡനുമാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക. 10th ബേസ് ചെയ്ത് നമ്മളോട് ചോദിക്കാം. പ്രായം കൂടിയ MP, പ്രായം കുറഞ്ഞ MP. പ്രായം കൂടിയത് ET മുഹമ്മദ് ബഷീറാണ്. മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് ET മുഹമ്മദ് ബഷീറും പ്രായം കുറഞ്ഞതാരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ഹൈബി ഈഡനുമാണ്. അപ്പൊ ഏറ്റവും കുറവ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അടൂർ പ്രകാശാണ്. കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അത് പ്രിയങ്ക ഗാന്ധിയാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക. അല്ലെ? ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് കേരളത്തിൽ നിന്നും. എത്രാമത്? 8ാമത് തവണ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കുകയാണ് കൊടുക്കുന്നിൽ സുരേഷ്. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നിൽ സുരേഷാണ്. മണ്ഡലം മാവേലിക്കര മണ്ഡലമാണ്. അല്ലെ? മാവേലിക്കരയും ആലത്തൂരും നമുക്ക് റിസർവേഷൻ മണ്ഡലങ്ങളാണ്. അങ്ങനെ മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും ആര് വിജയിക്കുന്നു? കൊടുക്കുന്നിൽ സുരേഷ് വിജയിക്കുകയാണ്. 8ാമത്തെ തവണയാണ്. അല്ലെ? 18ാം ലോക്സഭയിൽ 8ാമത്തെ തവണ ആര് വിജയിക്കുന്നു? കൊടുക്കുന്നിൽ സുരേഷ് വിജയിക്കുന്നു. അതും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ശരി, ഇനി ഒരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇങ്ങനെയായിരിക്കും. 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ INCക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയെന്നായിരിക്കും ഒരു പക്ഷേ ചോദിക്കുക. 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ എണ്ണം. സ്വാഭാവികമായിട്ടും നമ്മൾ ഓർത്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അല്ലെ? ലോക്സഭ 20 മണ്ഡലങ്ങളുണ്ട് എന്ന് നമുക്ക് അവിടെ കിട്ടും. 20 ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ INCക്ക് എത്ര സീറ്റ് എന്നാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ഒരു പക്ഷേ INCക്ക് എത്ര കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കും. അല്ലെ? ഒരല്പ കാര്യത്തോടെ നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ BJPക്ക് 1 സീറ്റ് ലഭിച്ചു എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1 സീറ്റ് ലഭിച്ചു എന്നും ബാക്കി ലഭിച്ചിരിക്കുന്നത് INCക്ക് നമ്മൾ കൊടുത്തുവിടാൻ ചാൻസ് ഉണ്ട്. അല്ലെ? അപ്പൊ ഓപ്ഷനിൽ 18 കാണുക തന്നെ ചെയ്യും. പക്ഷേ PSC INCക്ക് ലഭിച്ച സീറ്റുകൾ ചോദിക്കുകയാണെങ്കിൽ 14 സീറ്റുകൾ INCക്ക് ലഭിച്ചു എന്നുള്ളതാണ് ശരി ഉത്തരം. ഇനി PSC ഇന്ത്യ മുന്നണിക്ക് എത്ര സീറ്റുകൾ ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 19 സീറ്റുകൾ ലഭിച്ചു എന്നതാണ്. നോക്കൂ, ഇവിടെ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് UDF എന്ന് പറയുന്ന പാർട്ടി. UDFന് കീഴിലാണ് INC വരുന്നത്. അതിന് കീഴിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരുന്നു. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അതിന് കീഴിൽ വരുന്നു. കേരള കോൺഗ്രസ് J അതിന് കീഴിൽ വരുന്നു. അല്ലേ? അപ്പൊ INCക്ക് 14 സീറ്റ് ഉണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റ് ഉണ്ട്, മലപ്പുറത്തും പൊന്നാനിയിലും. RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 1 സീറ്റ് ഉണ്ട്, കൊല്ലത്ത്. അല്ലെ? NK പ്രേമചന്ദ്രൻ. കേരള കോൺഗ്രസ് J കോട്ടയത്ത് 1 സീറ്റ് ഉണ്ട്. നോക്കൂ, 14 + 4 18. അപ്പൊ UDFന് 18 സീറ്റ്.
ഇന്ത്യ മുന്നണിക്ക് 19 സീറ്റ്, 1 സീറ്റ് BJPക്ക് പോയി, NDAക്ക് പോയി. ഈ ചിത്രം ഒന്ന് പഠിച്ചിട്ട് പോവുക. നമ്മളോട് ചോദിക്കാടാ, INCക്ക് എത്ര സീറ്റുകൾ ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 14 സീറ്റുകളാണ്. UDFനാണ് 18 സീറ്റ്, നമ്മളിപ്പോൾ പഠിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2, കേരള കോൺഗ്രസ് 1, RSP 1 അല്ലേ. സോ അങ്ങനെ UDFന് 18 സീറ്റ് ലഭിച്ചു. ആ UDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി ചേരുന്നതാണ് ഇന്ത്യ മുന്നണി അല്ലെ. അവിടെ ഇന്ത്യ മുന്നണിക്ക് 19 സീറ്റ്, 1 സീറ്റ് NDA BJP അല്ലെ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക കേട്ടോ. അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മൾ നിസ്സാരമായിട്ട് കണ്ടു കളയുന്ന ചോദ്യങ്ങളായിരിക്കും PSC നമ്മളോട് നല്ല ആഴത്തിലിറങ്ങി ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ സുരേഷ് ഗോപി വിജയിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും നമുക്ക് 2 കേന്ദ്ര സഹമന്ത്രിമാർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. കേരളത്തിൽ നിന്നും എന്ത് ചെയ്യാണ്, 2 കേന്ദ്ര സഹമന്ത്രിമാർ പോയിട്ടുണ്ട് അല്ലെ. അതിലൊന്ന് സുരേഷ് ഗോപിയും മറ്റൊന്ന് ജോർജ് കുര്യനുമാണ് അല്ലെ. ജോർജ് കുര്യനെ PSC അടുത്ത കാലത്തൊന്നും ചോദിച്ചില്ല, എങ്കിലും ജോർജ് കുര്യന്റെ വകുപ്പൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഒപ്പം സുരേഷ് ഗോപിയുടെ വകുപ്പ് നമ്മൾ അറിഞ്ഞിരിക്കുക. 2 കേന്ദ്ര സഹമന്ത്രിമാരാണ്. സുരേഷ് ഗോപി പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം കൈകാര്യം ചെയ്യുന്നു അല്ലെ. നമുക്ക് കേരളീയരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ട്രാവൽ ഒക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. എപ്പോഴെങ്കിലും നമ്മൾ ടൂറിനൊക്കെ പോകണം അല്ലെ. ടൂറിന് പോകണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ വണ്ടിയിൽ നമ്മൾ പെട്രോൾ അടിച്ച് പോകണം, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിവാതകമായിരിക്കുന്ന ഗ്യാസ് ഒക്കെ ഉപയോഗിച്ച് അല്ലെ, ഗ്യാസ് വണ്ടിയൊക്കെ ഉണ്ട്, നമ്മൾ പോകണം അല്ലേ. ഇനിയിപ്പോൾ സോളാർ സിസ്റ്റത്തിലൊക്കെ വണ്ടിയൊക്കെ ഇറങ്ങട്ടെ, അങ്ങനെയൊക്കെ നമ്മൾ പോകണം. പ്രകൃതിവാതകങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പോകാൻ പറ്റില്ലെങ്കിൽ ഗോവിന്ദ ഗോപി ഗോവിന്ദ. അപ്പൊ ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതകം സുരേഷ് ഗോപിയാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക, സഹമന്ത്രിയാണ് അല്ലെ. പിന്നെ മറ്റൊരു വ്യക്തിയാണ് ജോർജ് കുര്യൻ അല്ലെ. മധ്യപ്രദേശിൽ നീ ഇടയ്ക്ക് എന്തെങ്കിലും നോമിനേറ്റ് ചെയ്തു പോയിരിക്കുകയാണ്. ജോർജ് കുര്യൻ എന്ന് പറഞ്ഞിട്ട് മധ്യപ്രദേശ് എന്ന് ഓർത്ത് വെച്ചോളുക, മധ്യപ്രദേശ്. ജോർജ് കുര്യൻ അല്ലെ. കുര്യനാണ് അല്ലെ. സോ ന്യൂനപക്ഷങ്ങളാണ് വരുന്നത് ജോർജ് കുര്യൻ. അപ്പൊ ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്, ഇതെല്ലാം ആര് കൈകാര്യം ചെയ്യുന്നു? ജോർജ് കുര്യനാണ് അല്ലെ. ജോർജ് കുര്യനാണ് അല്ലെ. ന്യൂനപക്ഷം, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, ക്ഷീരവകുപ്പ്, ഇതൊക്കെ ആര് കൈകാര്യം ചെയ്യുന്നു? ജോർജ് കുര്യനാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക, ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. ഓക്കെ, നമുക്ക് 1-2 പദ്ധതി ഒന്ന് നോക്കാം. 1-2 പദ്ധതികൾ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ ഒന്ന് നോക്കാം അല്ലേ. PSC ചോദിച്ചായിരുന്നു അല്ലെ, മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട സാമ്പത്തികമായി അല്ലെ പരാധീനത അനുഭവപ്പെടുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. മാതാപിതാക്കൾ നഷ്ടമാകുന്നവർക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി എന്ത് എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം, അത് സ്നേഹപൂർവം പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേര് നമ്മൾ ഓർത്ത് വെച്ചോളുക, സ്നേഹപൂർവം പദ്ധതിയാണ്. അപ്പൊ നമ്മളൊരു 1-2 പദ്ധതികൾ അല്ലെ, സ്നേഹപൂർവം പദ്ധതി അറിയാം നമുക്കല്ലേ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അവർക്ക് എന്തെങ്കിലും കുട്ടികളെ അല്ലെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ സാമൂഹ്യ സുരക്ഷാ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി അല്ലെ. PSCയുടെ ഇഷ്ട പദ്ധതികളിൽ ഒന്നാണ് ആശ്വാസകിരണം അല്ലെ. ആശ്വാസകിരണം പദ്ധതി. എന്താ ആശ്വാസകിരണം? നോക്കൂ, പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായം അല്ലെ. വൃദ്ധരെയും മറ്റ് അല്ലെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് ഏതാണ്? ആശ്വാസകിരണം അല്ലെ. അത് അവർക്ക് അങ്ങനെ പരിചരിക്കുന്നവർക്ക് ഒരു ആശ്വാസമാവും. അപ്പൊ ആശ്വാസകിരണം അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം 3-4 തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ് സ്നേഹസാന്ത്വനം അല്ലെ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം അല്ലെ. മറ്റൊന്ന് പ്രത്യാശ അല്ലെ. വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. വിവാഹം നടക്കുന്നവർക്ക് അല്ലെ ധനസഹായ പദ്ധതിയും കൂടിയാണ് പ്രത്യാശ എന്ന് പറഞ്ഞൊരു പദ്ധതി. നമുക്കൊരു 3-4 പദ്ധതിയും കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിലൊന്ന് ഓർമ്മത്തോണിയാണ് അല്ലെ. വയോജനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെ. പ്രായമാവും തോറും നമുക്ക് എന്ത് ചെയ്യുന്നു, ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞു പോവാം. ഓർമ്മത്തോണി പോരാഞ്ഞിട്ട് PSC പഠിക്കുന്ന നമുക്കും അല്ലെ ഒരല്പം ഓർമ്മശക്തിയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ശ്രമിക്കുക, വീണ്ടും നമുക്ക് കിട്ടും, പേടിക്കണ്ട. ഓക്കെ,
അപ്പൊ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ എന്നീ രോഗങ്ങൾ ബാധിച്ച വയോജനങ്ങൾക്കായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി. അത് 2024 ഫെബ്രുവരി മാസം 15-ാം തീയതി എന്ത് ചെയ്യാണ്, പദ്ധതി ഉദ്ഘാടനമൊക്കെ ചെയ്യാണ്. അല്ലെ, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ. അൽഷിമേഴ്സ് കേന്ദ്ര നാഡീ വ്യവസ്ഥകളുടെ തകരാറ് മൂലമോ സെറിബ്രൽ കോർട്ടക്സിന്റെ പ്രവർത്തനക്ഷമത മൂലമോ ഉണ്ടാകുന്ന രോഗം കൂടിയാണ് അൽഷിമേഴ്സ് നമ്മളെ സംബന്ധിച്ച്. അതും PS ചോദിച്ചതാണ് അൽഷിമേഴ്സ്. ഈ അടുത്ത കാലത്ത് അൽഷിമേഴ്സ് ദിനം ചോദിച്ചായിരുന്നു അല്ലെ. സെപ്റ്റംബർ മാസം 21-ാം തീയതിയാണ് അൽഷിമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. സെപ്റ്റംബർ 21-നാണ്. അന്ന് തന്നെയാണ് ലോക സമാധാന ദിനവും അല്ലെ. അൽഷിമേഴ്സ് കാരണം മറന്നു പോരുത്, സെപ്റ്റംബർ 21 ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പൊ ഓർമ്മത്തോണി, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ. ഉജ്ജീവനം. കേരളത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ഈ പദ്ധതി കഴിഞ്ഞായിരുന്നു. ഉജ്ജീവനം പദ്ധതി എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 2023 ഒക്ടോബർ 25 മുതൽ ഫെബ്രുവരി 1 വരെ 100 ദിവസ ക്യാമ്പയിൻ കൂടിയായിരുന്നു ഉജ്ജീവനം. അപ്പൊ ഉജ്ജീവനം പദ്ധതി ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, കരകയറ്റുക. ആരുടെ സഹായത്തോടെ? കുടുംബശ്രീയുടെ സഹായത്തോടെ 100 ദിവസം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി എന്ന് പറയുന്ന പദ്ധതി. ഉജ്ജീവനം പദ്ധതി. കൂട്ട് അല്ലെ. സൈബർ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനും നിയമസഹായം ലഭ്യമാക്കി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു അല്ലെ. ഇപ്പൊ സൈബർ കുറ്റകൃത്യങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ അല്ലെ. ഇപ്പോൾ ചിലർ എന്ത് ചെയ്യും, വീട്ടിലെ ക്യാഷ് ഒക്കെ ഉപയോഗിച്ച് തന്നെ അല്ലെ, അക്കൗണ്ട്, അമ്മയുടെ അച്ഛൻ്റെ അക്കൗണ്ടൊക്കെ ഉപയോഗിച്ച് തന്നെ പല ഗെയിംസിനും അല്ലെ പണമൊക്കെ മുടക്കി അവരങ്ങനെ ട്രാപ്പണാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അവർക്കൊരു കൂട്ട് നമുക്ക് വേണം. കാര്യം ഒരു കൂട്ടില്ലാത്തത് കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയും കൂടിയാണ് സൈബർ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആര് നടപ്പിലാക്കുന്നു? കേരള പോലീസ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് കൂട്ട് എന്ന് പറഞ്ഞൊരു പദ്ധതി. അതും ഓർത്ത് വെച്ചോളുക. പിന്നെയുള്ളത് ഒരു പ്രധാന പദ്ധതിയാണ് താലോലം പദ്ധതി അല്ലെ. 18 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് താലോലം പദ്ധതി. നോക്കൂ, കേരള സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ വകുപ്പിന് കീഴില് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് താലോലം പദ്ധതി അല്ലെ. 50,000 രൂപയാണ് താലോലം പദ്ധതിക്ക് വേണ്ടി നൽകുന്നത്. 50,000 രൂപയാണ്. ഈ താലോലം പദ്ധതിയിലാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീ രോഗങ്ങൾ, സെറിബ്രൽ പാൾസി അല്ലെ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ, എൻഡോസൾഫാൻ ദുരിത രോഗങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻഡോസൾഫാന് മാത്രമാണ് എങ്കിൽ അത് സ്നേഹസാന്ത്വനമാണ്. മാറിപ്പോരുത്. എൻഡോസൾഫാന് മാത്രമാണെങ്കിൽ അത് സ്നേഹസാന്ത്വനമാണ്. ഓക്കെ, ഇനി ചികിത്സ ആരംഭിച്ചതിന് ശേഷം 18 വയസ്സ് കഴിഞ്ഞാൽ 1 വർഷം കൂടി ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 18 വയസ്സ് വരെ എന്നല്ലേ നമ്മൾ പഠിച്ചത്. ആ വ്യക്തിക്ക് 18 വയസ്സ് കഴിയാണ്, ചികിത്സ തുടങ്ങിയാണ്, എന്നാൽ 1 വർഷം കൂടി ആനുകൂല്യം ലഭിക്കുന്നതിനാണ്. സോ കുട്ടിക്ക് 50,000 രൂപ നിരക്കിലാണ് ചികിത്സാ ആനുകൂല്യം എന്ത് ചെയ്യുന്നത്, താലോലം പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കരുതൽ സ്പർശം അല്ലേ. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും രക്ഷിതാക്കളെ ശാക്തീകരിക്കുന്നതിനുമായിട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കരുതൽ സ്പർശം. ഈ ഇടയ്ക്കും അംഗൻവാടി ടീച്ചേഴ്സിനെ പോലീസ് മുക്കി കൊണ്ടുപോയി. കുട്ടികളെ സഹായിച്ചതിനായിരുന്നു അല്ലെ. കുട്ടികളെ സഹായിക്കുകയും അടിക്കുകയും ചെയ്തതിനാണ്. കുഞ്ഞു പിള്ളേരെ അടിക്കുകയും അവരെ ദേഷ്യപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്തതിന് 2 അംഗൻവാടി ടീച്ചറെ പൊക്കിക്കൊണ്ടുപോയി. അവർക്ക് എന്തറിയാം ഈ പ്രായത്തില്? അവരോടൊക്കെ ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ വേണം അല്ലേ. കുഞ്ഞു പിള്ളേരാണ്. നമ്മളൊക്കെ അംഗൻവാടി, നമ്മളും നല്ല കുരുത്തക്കേടൊക്കെ കാണിച്ചു വന്ന ടീമുകളായിരിക്കും നമ്മളും അല്ലെ. നോക്കോളൂ, കരുതൽ സ്പർശമാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും രക്ഷിതാക്കളെ ശാക്തീകരിക്കുന്നതിനുമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് കരുതൽ സ്പർശം. അതിന്റെ തീമാപ്തവാക്യമാണ് കൈകോർക്കാം കുട്ടികൾക്ക്. കരുതൽ സ്പർശത്തിൻ്റെതാണ് കൈകോർക്കാം കുട്ടികൾക്ക്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരണബാല്യം അല്ലെ. ശരണബാല്യം പദ്ധതി അല്ലെ. ശരണബാല്യം പദ്ധതി ഒന്ന് നോക്കി. ശരണബാല്യം എന്താണ്? ശരണബാല്യം അല്ലെ. ഇതാ നോക്കിക്കോ, സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള ബാലവേല, ബാലഭിക്ഷാടനം, ബാലചൂഷണം എന്നിവയ്ക്കെതിരെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം അല്ലെ. കേരളത്തിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ ട്രാഫിക്കിലൊക്കെ ആയിരിക്കും അല്ലെ, പിള്ളേരൊക്കെ കൊണ്ടുവരുത്തിയിട്ട് എന്ത് ചെയ്യാണ് ഇവര് ഭിക്ഷയാചിക്കുന്നു അല്ലെ. ഇപ്പൊ ചില കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ട് കാറിന് ഗ്ലാസ് ഒക്കെ വന്നിട്ട് തുടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 10 രൂപ 20 രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അത് പക്ഷെ ഭിക്ഷാടനം തന്നെയാണ്.
സോ അങ്ങനെ സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെയുള്ള ബാലവേല, ബാലഭിക്ഷാടനം, ബാലചൂഷണം എന്നിവയ്ക്കെതിരെ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത് ശരണബാല്യം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങൾ, ഒരു പദ്ധതിയും ഒപ്പം 18ാമത് ലോക്സഭയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടെയാണ് എന്ത് ചെയ്തത് നമ്മൾ നോക്കിയത്. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ ഇന്നത്തേക്ക് ഞാനപ്പോ ഒന്ന് മെല്ലെ മൈൻഡപ്പ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്, വീണ്ടും കാണാം. താങ്ക് യു.